നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിയാണ് പല്ലവിക്ക് ഇക്കാര്യത്തിൽ കൂട്ടുനിന്നത്. അതുകൊണ്ടാ പല്ലവിയെ പരിശോധിക്കാൻ വന്ന ദർശന ഡോക്ടറുടെ കാല് പിടിച്ച് പല്ലവി ഗർഭിണിയാണെന്ന് അവരെ കൊണ്ട് പാർവതി പറയിപ്പിച്ചത്. എന്നോട് ക്ഷമിക്കണം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട പാർവതി. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. നീ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സാഹചര്യം കൊണ്ട് ചെയ്തു പോകുന്നല്ലേ നീ ഇപ്പൊ പറയാൻ വന്നത്. കല്യാണം കഴിയുന്നത് വരെ പല്ലവി എന്നോട് നുണ പറയുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു സർ. അതിനുശേഷം എല്ലാം ഞാൻ അറിയുന്നത്. ബിബിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പല്ലവി ഒരു നാടകം കളിച്ചതാണെന്ന് പറഞ്ഞ സാറ് എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാനിതൊന്നും പറയാതിരുന്നത്. എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു സർ. പാർവതി, നിനക്ക് എന്തോ എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് നൽകിയിട്ടുള്ളതല്ലേ? അത് നിനക്ക് ബോധ്യമുള്ളതല്ലേ? എന്ത് തല പോകുന്ന കാര്യമാണെങ്കിലും നീ അത് എന്നോട് പറയണമായിരുന്നു. നീ ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് എല്ലാം തുറന്നു പറയാൻ നീ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ. ഈ ധൈര്യം നീ അന്ന് കാണിക്കണമായിരുന്നു. എങ്കിലിപ്പോ ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷനെ ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് എന്റെ അനിയനോട് മാപ്പ് പറയേണ്ടി വരില്ലായിരുന്നു. ഞാൻ എന്ത് പറയാനാ? അപ്പോഴത്തെ ബുദ്ധിക്ക് ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ടു പോയില്ലേ? എന്റെ ഭാര്യ എന്നോടൊരു വലിയ രഹസ്യം മറച്ചു വെച്ചു എന്ന് പറയുമ്പോ ഞാൻ അവരുടെ മുന്നിൽ ചെറുതായി പോയില്ലേ? ഒരു വിട്ടിയായി പോയില്ലേ ഞാൻ? ഞാൻ തോറ്റുപോയി. ഞാനായിട്ട് തോറ്റതല്ല, നീയായിട്ട് എന്നെ തോൽപ്പിച്ചത്. എന്നോട് ക്ഷമിക്കണം സർ. പാർവതി, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടാവരുത്. നിന്നെ ഞാൻ വിശ്വസിച്ചത് തെറ്റായി പോയെന്ന് പ്രഭാവതി അമ്മയെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. എടി, നീ വഞ്ചകിയ. എന്റെ ജീവിതം നന്നായി കാണണം, അതിനു വേണ്ടിയാണ് നീ ജീവിക്കുന്നതെന്നൊക്കെ നീ നാഴികയ്ക്ക് 40 വട്ടം പറയുമല്ലോ. അങ്ങനെയൊരു നന്മ നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ പ്രഭാവതി അമ്മയ്ക്ക് ഒറ്റക്കൊടുക്കുമായിരുന്നോ? അതെടി, എല്ലാം ഞാൻ തന്നെയാ പ്രഭാവതി അമ്മയോട് പറഞ്ഞത്. നിന്റെ കള്ളത്തരം ഞാൻ തന്നെയാണ് അവർക്ക് വ്യക്തമാക്കി കൊടുത്തതും. പക്ഷേ അത് നീ കരുതും പോലെ നിന്നെ ചതിക്കാൻ വേണ്ടിയായിരുന്നില്ല, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. എന്റെ നല്ലതിനോ? ഇനി നീ അത് മിണ്ടിപ്പോരുത്. പല്ലവി, നിർത്ത. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഞാൻ എന്തിനാണ് പ്രഭാവതി അമ്മയോട് ഇതെല്ലാം പറഞ്ഞെന്ന് നീ അറിയണം. പല്ലവി, നീ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുന്നത് എനിക്ക് സഹിക്കുമായിരുന്നില്ല.
അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എത്ര നാൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് നീ മുന്നോട്ട് പോവും? കൂടിയാൽ ഒരു 2-3 മാസം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാ ഇവിടെയുള്ളവർ നിന്നെ സംശയിച്ചു തുടങ്ങും. നീ ഗർഭിണിയാണോ അല്ലയോ എന്ന് അവര് ചിന്തിക്കാൻ ആരംഭിക്കും. അപ്പോ എനിക്കും നിനക്കും എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കും? നീ കള്ളം പറഞ്ഞതാണെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞ പ്രഭാവതി അമ്മ അപ്പോ ആ നിമിഷം നിന്നെ ഇവിടുന്ന് പുറത്താക്കും. ആ പേടിയുണ്ടാ മുൻകൂറായി ഞാൻ അവരോട് കാര്യങ്ങളുടെ നിജസ്ഥിതി പറഞ്ഞു ബോധ്യപ്പെടുത്തിയത്. എടി, നമ്മൾ ചെയ്ത കുറ്റം നമ്മളായിട്ട് ഏറ്റു പറഞ്ഞ അതിന്റെ ഭവിഷ്യത്ത് എപ്പോഴും കുറഞ്ഞിരിക്കും. അതല്ലാതെ അവരായിട്ടത് കണ്ടുപിടിച്ച പിന്നീട് നമുക്കവിടെ വാ തുറക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഒഴിവാക്കാനാ 1 മുഴം മുമ്പേ ഞാൻ സത്യങ്ങൾ പ്രഭാവതി അമ്മയോട് അവതരിപ്പിച്ചത്. അതിപ്പോ കാര്യം. അതുകൊണ്ട് അവര് നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടില്ല. സത്യം മനസ്സിലാക്കി നിന്നെ അവര് സ്വീകരിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ ചെയ്തത് നിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഇനി നിനക്ക് എന്നെ എന്തും പറയാം. നിനക്ക് എന്നെ തല്ലാം, ഇവിടെ നിന്ന് ഇറക്കി വിടാം. ചേച്ചി, ഞാൻ ചേച്ചിയെ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. ചേച്ചി ചെയ്ത നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ചേച്ചിയുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല. ചേച്ചി എന്നോട് ക്ഷമിക്ക്. എന്നോട് മാപ്പാക്കണം. ഞാൻ അറിയാതെ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു പോയി. അത് സാരമില്ല, നീ കരയാതിരിക്ക. ഇപ്പോ നിനക്ക് യാഥാർത്ഥ്യം ബോധ്യായില്ലേ പല്ലവി? ഇപ്പോ പ്രശ്നങ്ങളെല്ലാം നന്നായി അവസാനിച്ചു. അതിലൊന്നും സമാധാനിക്ക. പിന്നെ ഇനിയെങ്കിലും നീ സ്വപ്നലോകത്തിൽ ജീവിക്കാതെ വിപിനെ അനുസരിച്ച് അവനോടൊപ്പം നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. പ്രഭാവതി അമ്മേ, അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ പദ്ധതിയായിരുന്നല്ലേ? എന്റെ അനിയത്തിയെ എനിക്കെതിരെ തിരിച്ചുവിടാൻ നോക്കുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.